welcome to yet another brand new episode of Joe Zalukas Hello Namaste. ഇന്ന് ഈ മൈക്കിനും കൺസോളിനും ഒക്കെ കുറച്ച് എക്സ്ട്രാ ജീവൻ വരും. കാരണം ഇന്ന് ഇവിടെ എത്താൻ പോകുന്ന മലയാളികളുടെ വാനമ്പാടിയും അതുപോലെ തന്നെ മ്യൂസിക്കൽ ജീനിയസുമാണ്. ലെറ്റ്സ് വെൽക്കം them to Joe Zalukas Hello Namaste. വെൽക്കം ടു ജോ താലൂക്കാസ് ഹലോ നമസ്തേ. നമസ്തേ. സാറിന് ഇത്തിരി ഗൗരവം. നമസ്തേ. ഗുഡ് ജോബ്. ശരത് സാറിന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാലം മുമ്പ് വരെ ഈ റിയാലിറ്റി ഷോ തുടങ്ങുന്നതിന് മുമ്പ് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ശരത് സാർ ആരാണെന്ന്. ഇത് പറയുമ്പം വേറൊരു കഥ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ശരത് സാറിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാൻ. ഈ സിന്ദൂരരേഖ സമയത്തൊന്നും ഇൻ്റർനെറ്റും അതുപോലെ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സംഗീത സംവിധാനം ശരത് എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ കൂട്ടുകാരൻ ചെന്ന് വേറൊരു കൂട്ടുകാരനോട് ചോദിച്ചു, ഈ ശരത് സംഗീത സംവിധാനം എന്ത് അടിപൊളിയാണ്, ആരാ ഇതെന്നറിയാം. പറഞ്ഞു, അയ്യോ പുള്ളിക്കാരൻ വയസ്സായി ഇപ്പം ഇല്ല കേട്ടോ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ശരത് സാറിനെ അറിയാം. ചിത്ര ചേച്ചിയെ പിന്നെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് എവിടെ വെച്ചാൽ മീറ്റ് ചെയ്തത്? ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ചേച്ചിയെ ചെന്നൈയിൽ വെച്ചു. രണ്ടുപേരും കൂടെ ഡും 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 പാട്ട് പാടി. അതെ, പരസ്പരം ഇടിച്ചാ മീറ്റ് ചെയ്തത്. ആ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ശരത് സാറിന്റെ ആദ്യത്തെ പാട്ടല്ലായിരുന്നു? ആദ്യത്തെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചാല് ചിത്ര ചേച്ചി പറ, ആദ്യത്തെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ശ്യാം സാറിന്റെ മ്യൂസിക്കിലായിരുന്നു ആ പാട്ട്. അപ്പം ശരത്തപ്പൊരു കൊച്ചു പയ്യനായിട്ട് വന്നവിടെ. ഇപ്പോഴും ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ശരത്. അതെ, ഞാൻ ഇട്ടാന്ന് വിളിക്കാം. അപ്പം പാട്ട് പഠിപ്പിച്ചു, പെട്ടെന്ന് തന്നെ പഠിച്ചു. അങ്ങനെ ഒരുമിച്ച് നിന്ന് തന്നെ ഞങ്ങൾ ലൈവ് റെക്കോർഡ് ചെയ്തതാണ്. അല്ല, ഇപ്പോഴാണ് ഈ വാലും കുറുമ്പും ഒക്കെ. അന്ന് പാവം നല്ലൊരു കുട്ടിയായിരുന്നു. ഇപ്പോഴാണ് ഈ പാരവെപ്പും അതെ ഉപദ്രവവും. ഇപ്പൊ ചെയ്തില്ല ഞാൻ ഇരിക്കുന്ന. പിന്നെ സഹോദര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിയുടെ ചെയറൊന്നെടുത്ത് മാറ്റി ഞാൻ ഇടയ്ക്ക് ചെയർ മാറ്റി. അപ്പൊ ഞാൻ അത് നോക്കാണ്ടിരുന്നിരുന്നെങ്കിൽ കുയില് താഴെ കളഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ അടിയിലുണ്ടായിരുന്നു, ഞാൻ ചത്തും പോയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മൈലാ ചാവുന്നതെന്നും കൂടെ ഓർക്കണം. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു? ചേച്ചിയും എനിക്ക് എന്താ പറയുക, ആദ്യം കാണുമ്പോൾ മുതൽ അപ്പോൾ ചേച്ചിയുടെ പാട്ടിൻ്റെ വലിയ ഫാനായിരുന്നു. അത് പിന്നെ ഇപ്പോഴും കാണുമ്പോൾ ചേച്ചിയെ കണ്ട് ചേച്ചിയുടെ കൂടെ ഒന്ന് പടം ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. 14 ടേക്ക് എങ്ങാണ്ട് പാടി, അതെനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വന്നില്ല, ഒരു തവണ പോലും വന്നില്ല. അല്ല, അത് വന്നില്ല, ഫിലിമിലില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്യാം സാർ, ശരത് സാർ ഇത്രയും വലിയ മ്യൂസിക് ഡയറക്ടർ ആയി കഴിഞ്ഞപ്പോൾ അന്ന് ആ പാട്ട് ഇടേണ്ടതായിരുന്നു. ശ്യാം സാറിനെ കുറ്റം പറഞ്ഞിട്ട് അറിയാലോ, അത് ഡയറക്ടർ വേണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു കുളമായിരുന്നു അത്. അല്ല, അതുകൊണ്ടല്ല, എനിക്ക് മേ ബി സിറ്റുവേഷൻ എന്തെങ്കിലും മാറിയിട്ടുണ്ടാവും. ആ പാട്ടോടെ ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. മോശമൊന്നും ആയിരുന്നില്ല, നല്ല പാട്ട് തന്നെയായിരുന്നു, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ആവശ്യകത ഉണ്ടായി കാണത്തില്ല, സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ മാറ്റി കാണും, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാമല്ലോ ഇടയിൽ. സാരമില്ല, നമുക്ക് ആ പാട്ട് ഇവിടെ വെച്ച് പാടാം. സിനിമയിലോ നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, അതാരും കേൾക്കണം. പ്ലീസ് 14 ടേക്ക് പോയതല്ലേ, ഇനി 15ാമത് ഒരു പ്രാവശ്യം കൂടെ പാടാം. അതിനുള്ള ക്ഷമയും സൗകര്യവും ഇപ്പൊ എനിക്കതെല്ലാം ഉണ്ട്, ഞാൻ സഹിക്കും. ചേച്ചി സഹിക്കാന്ന്. ഞാനിങ്ങനെ വരികൾ ആലോചിക്കുകയാണ്. അല്ല, എനിക്ക് വരികയാണ്, എന്തെങ്കിലും തന്നെ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് പാടാം. എനിക്കാ എന്നെന്നും എന്തായാലും ബാക്കി. ചേച്ചി അതൊക്കെ മറന്നുപോയി. ഞാൻ പണ്ട് കുഞ്ഞു നാളിൽ പാടിയത് ശ്യാം സാറിനെ മനസ്സിലായി ട്യൂൺ പാടിയാണ്. സാർ ട്യൂണാണ് കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങിക്കോ, ചേച്ചി ഒരു ശുദ്ധി കിട്ടും. അതായിരുന്നല്ലേ ശ്രുതി? ഒരു മിനിറ്റ്, ഓക്കെ. ശരി, 1 2 3 ഡും 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 സ്വരമേളം ഒരുക്കുന്നു നീ എന്നുള്ളിൽ, പൊൻ പൊൻ പൊന്നിറതാളം നിറയ്ക്കുന്നു നീ എന്നുള്ളിൽ, എനിക്കായി എന്നെന്നും നന്നനാ നന്നനാ നനനാ 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 നനനാ. കൈ തട്ടിയാണ്. ഇതാണ് ആ ഡയറക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് തോന്നുന്നു.
നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. പക്ഷെ മോശമായി പോയി അത് പോവാൻ. അപ്പൊ പിന്നെ ശരത് സാറിന്റെ ആദ്യമായിട്ട് ശരത് സാർ പാടിയ പാട്ട് ഏതാ വന്നത്? സ്വന്തമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത് തന്നെയാണ്. ആദ്യം ഞാൻ പാടി പുറത്ത് വന്നത് ഏതാണ്? എനിക്ക് ഹിസൈനസ് അബ്ദുള്ള. ഹിസൈനസ് അബ്ദുള്ളക്കകത്ത് ശരത് സാർ പാടിയിട്ടുണ്ടെന്ന് പലർക്കും ആക്ച്വലി അറിയത്തില്ല. അതൊരു സുജിത്തായിരുന്നു പേര് സുജിത്ത് എന്നായിരുന്നു. അതാണ് എൻ്റെ റെക്കോർഡിക്കൽ നെയിം. പിന്നെ ഗുണം പിടിക്കാതിരുന്നപ്പോൾ മാറിയതാ. നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിക്കുമല്ലോ. പല കൃഷ്ണനെയും നബിയെയും യേശുവിനെയും ഒക്കെ പിടിച്ചിട്ട് നടന്നില്ലേ പേര് മാറ്റും. അങ്ങനെ പറ്റിയ പിന്നെ അല്ലാണ്ട് സുജിത്താണെന്ന് എൻ്റെ ഒറിജിനൽ പേര്. അല്ല, അത് ശരത്ത് ആയിക്കഴിഞ്ഞ് പിന്നെ ശരത്തിന്റെ സ്പെല്ലിങ്ങും മാറ്റി മൊത്തത്തിൽ പ്രശ്നം. അവസാനം എന്തോ ഒരു അമ്പലത്തിൽ പോയി അവിടുത്തെ പോറ്റി എന്ന് പറഞ്ഞ് ഇത് ആരുടെ പേരിൽ അർച്ചന ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് ചെയ്യാൻ പോവാ. ഞാൻ അവിടെ നിന്ന് മറന്നുപോയി പേര്. കാര്യം 1,00,000 പേരുണ്ട് എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പേരിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ദൈവത്തിൻ്റെ പേരിൽ അർച്ചന ചെയ്തു. SHRATH ആയിരുന്നു. അത് പിന്നെ മാറ്റി SHRRETH. എന്ത് വായിക്കോണേ RR ആയപ്പോൾ റീ റെക്കോർഡിങ് മാത്രമായി. എനിക്ക് പാട്ടില്ലാണ്ടായി പടത്തിൽ. അത് രവീന്ദ്ര മാസ്റ്റർ. അത് മാഷിന് പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ഞാൻ മാഷിനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഈ ആ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതിൽ രാജാവിന് വേണ്ടി പാടണം. അപ്പോൾ ഒരു എന്താ പറയേണ്ട ഒരു രാജകീയ ലുക്കും രാജകീയ പ്രൗഢിയുമുള്ള ഒരു സ്വരം വേണമെന്നുള്ളപ്പോൾ എന്നെ വിളിച്ചതായിരിക്കണം. 3 ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഹീറോ പാടുന്ന, പിന്നെ ഒന്നൊരു അഹങ്കാരിയായിട്ടുള്ള ഒരു സംഗീതം പാടുന്ന. അല്ല, അത് ഞാൻ പറഞ്ഞ ക്യാരക്ടർ പറയാണ്. പിന്നെ ഒരിടയ്ക്ക് ഇത് രണ്ടും കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് രാജാവ് പാടുന്ന ആ പോർഷനാണ് ശരത്ത് പാടിയിരിക്കുന്നത്. അല്ല, പാടേണ്ടതല്ലേ, ഞാൻ ഇട്ടതൊന്നുമില്ലേ. അങ്ങനെ ഇട്ട് തരണ്ടായിപ്പോ. ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം മന്ദ മഴവിൽ നീലി മൃഗമ പഞ്ചമം സദാ നേര പഞ്ചമം വസന്ത കോകില സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം. ശരത് സർ ആസ് എ മ്യൂസിഷ്യൻ നമുക്കറിയാം. ആസ് എ പേഴ്സൺ എങ്ങനെയാ? ചിത്ര ചേച്ചിക്ക് വളരെ നന്നായിട്ട് അറിയാലോ. ശരത്ത് എന്ന് പറയുമ്പോൾ ആകെ ഒരു പേഴ്സൺ. മോള് ശരത്തേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, എൻ്റെ അനിയനാ. എന്നെക്കുള്ളൊരു 6-7 വയസ്സെങ്കിലും താഴെ അല്ലേ? അതേ തോന്നി. കൃത്യം വയസ്സ് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കുറവാണ്, അതിനേക്കാളും കുറവാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്താ പറയേണ്ടത്, പ്രൊഫഷണലിസം ഇത്തിരി കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ശരത്ത് ശരിക്കൊരു ആ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ചിൽ നിന്നിരുന്നുവെങ്കിൽ ഇതിനകം എത്രയോ അവസരങ്ങൾ വന്നേനെ, വലിയൊരു നിലയിൽ പോയേനെ. പക്ഷെ ഒരു ഉഴപ്പനാണ് ആള്. മടിയല്ല, ഉഴപ്പൻ. മടിയെന്ന് പറയില്ല, പ്രാക്ടീസൊക്കെ ചെയ്യും. പക്ഷെ ആ എന്താ ഒരു പറഞ്ഞ പ്രൊഡ്യൂസർ ഒരു പടം കൊടുക്കുകയാണെങ്കിൽ അത് ഉഴപ്പിക്കളിക്കും. അത്ര പിടി കൊടുക്കില്ല. പാവാണ്, പക്ഷെ കയ്യിലിരിപ്പൊക്കെ പോക്കരുത്തരാണ്. പോക്കരുത്തരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പൊതുവെ ഞങ്ങളുടെ ഒരു വർക്ക് എനിക്ക് അറിയുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് വിജയൻ ചേട്ടനൊരു ആൽബം, ഈ ചൈത്രഗീതങ്ങളും വീണ്ടും 2 ആൽബം ശരത്തിനെ കൊണ്ട് ചെയ്യിച്ചാണ്. ഈ 2 ആൽബം ചെയ്യാൻ വേണ്ടി ഒരു 1.5 വർഷത്തോളം അലഞ്ഞിട്ടുണ്ട്. പുറകെ നടത്തിക്കും. 3 പ്രാവശ്യം വീട് മാറും. എങ്ങോട്ടാ മാറണം നമുക്കറിയില്ല. മൊബൈൽ നമ്പർ അപ്പം മാറ്റും, അതും നമ്മളറിയില്ല.
അങ്ങനെ അത് അതിനാണ് ഞാൻ ഈ പ്രൊഫഷണലിസം കുറവാന്ന് ഞാൻ പറഞ്ഞത്. അതറിയിപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ആൽബം ചെയ്യണം എന്നുള്ളൊരു ചെയ്യും എപ്പോഴെങ്കിലും. അത് ശരത്തിൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എപ്പോഴെങ്കിലും ചെയ്തു തരും. പക്ഷേ അതിനു വേണ്ടി നമ്മളെ കുറേ വലയ്ക്കും. ഇതാണ് വിജയൻ ചേട്ടൻ്റെ എക്സ്പീരിയൻസ്. ഇതാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കുമല്ലോ മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ. ശരത് സാർ എങ്ങനെയാണോ ഇപ്പൊ പറയണോ, എന്തെങ്കിലും തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ? വിജയൻ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് കുറേ ഇഷ്ടമുണ്ട്. അപ്പോൾ എന്താ എൻ്റെ അളിയൻ എന്നുള്ള രീതിയിൽ വിജയൻ ചേട്ടൻ ആ സംബന്ധിച്ച് കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നടത്തിച്ചതാണ്. ആ അപ്പോൾ അത് ഇപ്പോൾ നോക്കും, ഇപ്പോൾ കൂളായി. ഇപ്പോൾ ഒന്നും കൂടെ കേട്ടാ വിജയൻ ചേട്ടൻ. ഇപ്പോഴും പുറകെ നടക്കുക ഒരു പാട്ടം കണ്ട് പാടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ അത് കുറയ്ക്കാം. എന്നെ തെറി വിളിക്കുന്ന ഒരാൾ വിജയൻ ചേട്ടനേ ഉള്ളൂ. പിന്നെ വേണ്ടേ, ഞാൻ കേട്ടിട്ടുണ്ട് ശരത് സാർ എല്ലാവരും വളരെ വിളിക്കുമെന്ന്. തെറിയാ? എനിക്ക് വേറെ പണിയില്ലടോ. പെൺകുട്ടികളെ ഇഷ്ടമല്ല? പെൺകുട്ടികളെ അത്ര വലിയ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടപ്പെടാത്ത ഒറ്റ പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടം അങ്ങനെയാണ്. ഭാര്യയുടെ പേരെന്തായിരുന്നു? മറന്നുപോയോ? ഞാൻ ഉറപ്പിപ്പിച്ചായിരുന്നു. ഒരു ക്ലൂ തരുമോ? സത്യം പറ, ആരായിരുന്നു ഫസ്റ്റ് ലവ്? അങ്ങനൊക്കെ ചോദിച്ചാൽ തെണ്ടി പോകും. ഞാൻ നറുക്കിട്ടെടുക്കേണ്ടി വരും. ഇല്ല, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു മണ്ടത്തിലായിട്ട് അത് ലവ് എന്നൊക്കെ വിളിക്കാമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഒടുക്കത്തെ സീരിയസ്. അന്ന് ഭയങ്കര എവിടെ വീട് വെക്കാന്നൊക്കെ 5 വയസ്സാണ് കയ്യിൽ. അപ്പോൾ അങ്ങനെയൊക്കെ മണ്ടത്തിലായിട്ട് പ്ലാൻ ചെയ്ത് എന്തൊക്കെയാലും ആ കുട്ടീൻ്റെ രക്ഷപ്പെട്ടു ഞാനും. അത് വേറെ ആരോ കെട്ടിപ്പോയി. പെട്ട ആളുടെ പേര് പറ. പെട്ട ആളെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് എന്നാ ശരത്. ഭാര്യയുടെ പേര് സീത. സീത ചേച്ചി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചീത്തയൊക്കെ വിളിക്കുമോ? പിന്നെ നിരന്തരം. കാര്യം അവൾ എന്നെ അതിനേക്കാളും വിളിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ആണത്തം കാണിക്കട്ടെ. ഒരു വെച്ച് നോക്കിയാൽ എൻ്റെ ഗുരു അവള് തന്നെയാണ്, ചെറിയ വിളിക്കാനും ഒക്കെ. വിളിപ്പിക്കുന്നതായിരിക്കും ഈ കയ്യിലിരിപ്പോണ്ട് വിളിപ്പിക്കുന്നതായിരിക്കും. ആര് ദേവേന്ദ്രൻ ആണെങ്കിലും എന്നെ തെറി വിളിച്ചു. അത്രയ്ക്കാണ് എൻ്റെ ബിഹേവിയർ. അപ്പോൾ നമ്മൾ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും. അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവിടെ അച്ഛൻ നീ എൻ്റെ അച്ഛൻ എന്തോന്നില്ല പാട്ടുണ്ടാക്കി ചോദിച്ചാൽ മതി. അതോടെ കഴിഞ്ഞ് ഭയങ്കര അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. മോക്ക് അച്ഛനെ അത്ര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ 18ാമത്തെ ആളാണ് രാജമാഷിൻ്റെ പേര്. ഞാൻ അച്ഛൻ ചുമ്മാ പാട്ട് എന്നൊക്കെ പറയും. ചുമ്മാ ഒന്ന് എടുത്തിട്ടാൽ മതി. അമ്മേ എൻ്റെ അങ്ങ് അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മ തൊട്ട് വിളിക്കും ഇങ്ങോട്ട്. അപ്പോൾ അത് കേട്ട് തീരുമ്പോഴത്തേക്ക് വയറിന്ന് അറിയും. ഞാൻ കിടന്നുറങ്ങും. ലവ് മാരേജ് അല്ല എന്താ പറയണ്ടേ, അവൾക്കായിരുന്നു എന്നെ ഇഷ്ടം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം പിന്നെ ഞാൻ നിന്ന് കൊടുത്തു. ഞാൻ തല കുനിച്ചു കൊടുത്തു. കെട്ടിക്കോ താലി എന്ന് പറഞ്ഞു. ഇല്ല അത് ഞാൻ വേറെ അതൊക്കെ തലേദിവസമൊക്കെ വിളിച്ച് പറഞ്ഞു റിസപ്ഷനാന്നൊക്കെ. അത് എനിക്കും അറിഞ്ഞൂടാ. കല്യാണം എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടി വരും. അത് കാര്യം ഫസ്റ്റ് നൈറ്റ് മുമ്പിലായിരുന്നു. അതുകൊണ്ട് കല്യാണം അറിഞ്ഞതിന് ശേഷം ഞാൻ ചുമ്മാ ഇതൊന്നുമല്ല. അത് കെട്ടണമെന്ന് തോന്നി. അതുവരെ എനിക്ക് എന്താ പറയുക, കല്യാണം കഴിച്ച് അങ്ങനൊന്നും ഒരു ഐഡിയ അല്ലായിരുന്നു. ഒരു സമയം വന്നപ്പോൾ കെട്ടി ചേച്ചി ഇവിടെ ചോദിച്ചു, ചേച്ചി നാളെ കെട്ടാ പോടാ പൊട്ടാ എന്ന് പറഞ്ഞു. ചിത്ര ചേച്ചി, ശരത്തേട്ടാ നമുക്കൊരു സ്കൈപ്പ് കോളർ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ചിത്ര ചേച്ചിക്ക് മനസ്സിലായോ എന്ന് എനിക്കൊരു തോന്നൽ മനസ്സിലില്ലാതില്ല. ആരാന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ അതെന്താ അത്? അതാണ് എൻ്റെ യഥാർത്ഥ ശബ്ദം. ഞങ്ങളുടെ കോഡാണ്. എന്താ മീനിങ്? എന്താ പറയാൻ പറ്റൂല. മറ്റേതോ കരടി. കരടി പറയുന്നില്ല. അവിടെ എന്തോ കാണിക്കുന്നു. ഇന്ന് രാവിലെ എണീറ്റിരിക്കുന്നു ഗുഡ് ഗേൾ ആയിട്ട്. ബുദ്ധിമുട്ടി ഇതിന് വേണ്ടി നന്നായിട്ട് കണ്ടാ തോന്നത്തതേ ഇല്ല.
ഉടുപ്പ് മാറി. അതാ ആലോചിച്ചേ. ഉടുപ്പുണ്ടല്ലോ. അത് കാണുന്നവരെ ഒരു ടെൻഷൻ ആയിരുന്നു, സ്പെഗറ്റി ഒക്കെ ഇട്ട് വരുമോ. ഞാൻ വിചാരിച്ചു ചേച്ചിയും ചരിത്രമുള്ളപ്പോ വെറുതെ ഈ ഷോന്റെ റേറ്റിംഗ് കൂട്ടണ്ടാന്ന്. രഞ്ജിനി എന്തൊക്കെയാണ് നമ്മുടെ ചിത്ര ചേച്ചിയെ ശരത്തേട്ടനെ പറ്റിയിട്ട് പറയാനുള്ളതും അവരോട് ചോദിക്കാനുള്ളതും? ചിത്ര ചേച്ചിനെ കുറിച്ച് ആദ്യം പറയാം അല്ലേ ശരത് സാർ? ചിത്ര ചേച്ചി ഈസ് വൺ ഓഫ് ദി സ്വീറ്റസ്റ്റ് പീപ്പിൾ ഐ നോ ഇൻ മൈ ലൈഫ്. എന്റെ ലൈഫിൽ ഞാൻ മീറ്റ് ചെയ്തിരിക്കുന്ന, അത് ഞാൻ മാത്രമല്ല ആരായാലും പറയും. പിന്നെ ചിത്ര ചേച്ചിയിൽ എനിക്ക് ആകെ തോന്നുന്ന പ്രശ്നം ഞാൻ പറയാം, ചേച്ചി ഭയങ്കര സ്വീറ്റാ, കുറച്ച് സ്വീറ്റ് അല്ലാതാവണം. ചേച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും ചേച്ചിക്ക് നോ പറയാൻ അറിയില്ല. അതൊരു കുഴപ്പമാണ്. ഇംഗ്ലീഷ് മനസ്സിലാവാനില്ല. എന്നിട്ട് എന്തായിരുന്നു അത് ഇംഗ്ലീഷ് മനസ്സിലാവാത്തോണ്ടാന്ന്. ശരച്ചേട്ടന്റെ ചീത്ത സ്വഭാവം ഞാൻ പറയട്ടെ. പറയൂ. ഞാൻ പറയൂ, ശരച്ചേട്ടന് ഒരു കാര്യം ഇപ്പൊ ആരുടെങ്കിലും മുമ്പിൽ പെടണ്ട എന്ന് തോന്നിയാ പിന്നെ ജീവൻ കൊടുത്താലും പെടൂല. മുങ്ങി നടക്കാൻ വിദഗ്ധനാണ്. മുങ്ങൽ വിദഗ്ധനാണ്. അതിപ്പോ നമ്മളായാലും ചിത്ര ചേച്ചി ആയാ വരെ, ചിത്ര ചേച്ചി വിളിച്ചാൽ വരെ ചിലപ്പോ മുങ്ങിപ്പോവും. ബട്ട് രണ്ടുപേരും ഭയങ്കര സ്വീറ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നിട്ട് ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. രഞ്ജിനി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തോ, ഞാൻ രഞ്ജിനി ഇൻഫ്ലുവൻസ് ചെയ്തോ? ചേച്ചിയെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലേ ശരത് സാറേ? ശരി. ഏത് രീതിയിലാണെന്നും കൂടെ പറയണം. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു? വെരി ഗുഡ്. തുണിയുടെ കാര്യത്തിലാണ് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് രഞ്ജിനി. താങ്ക്സ്. നീയായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ള എപ്പോഴാണ്? ഞാൻ എന്നെ കുറിച്ച് വല്ലതും പത്രത്തിലൊക്കെ വരുമ്പോ സാർ വിളിക്കുമ്പോ ആണ്. കൊണ്ടോളുണ്ട് എനിക്ക്. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കോൺട്രവേഴ്സീസോ എന്തെങ്കിലും ന്യൂസ് ആയിട്ടോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ പൊതുവെ, ഞാനാണല്ലോ. അപ്പൊ ഒരു കോൾ വരൂ, അതെ നീ സുഖാണോ, എവിടെയാണ് ഇരിക്കുട്ടോ, അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ന്യൂസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കോൾ വന്നിട്ട്, പക്ഷെ ആ കോൾ വരുമ്പോ അറിയാം ശരത് സർ, you know, he cares for me and all that, which is super. I love you da. For those of us who don't know about them, ask them the best question you have. ചേച്ചിയുടെ വെയിറ്റ് എന്താ? അത് ഇത് കണ്ടുപിടിക്കുന്ന മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ വേണം ഞാൻ പറയാം. എന്റെ വെയിറ്റ് 88 കിലോസ്. അതിൽ നിന്നൊരു 9 താഴെ ഞാൻ. ചേച്ചി അയ്യേ, അപ്പൊ അങ്ങനെ ഞാൻ 175 കിലോ. Thanks a lot, Ranjini. ഇഷ്ടപ്പെട്ടു. അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. You're welcome. So thank you so much for coming on Joe Salukas Hello Namaste. Thank you. You're welcome. രഞ്ജിനി വന്ന് നമ്മൾ ക്ഷീണിച്ചു പോയി, ഞാനും ക്ഷീണിച്ചു പോയി. അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റത്തുള്ളൂ, കാരണം അത്രയും എനർജിയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ എനർജി എല്ലാം വലിച്ചെടുത്തോണ്ട് പോയി. സോ ജോ സാലുക്കാസ് ഹലോ ദിവസത്തിലെ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ജോ സാലുക്കാസ് ഹലോ നമസ്തേ. ഇവിടെ നമ്മുടെ രണ്ട് കുയിലും മയിലും നമുക്കൊരു സ്കൈ കോളർ വരുന്നുണ്ട്. വെൽക്കം ടു ജോ സാലുക്കാസ് ഹലോ നമസ്തേ. ഇത് ആരാണ്? കുറെ പേരുണ്ടല്ലോ. ഞങ്ങൾ NIT കുരുക്ഷേത്രയിലെ M.Tech വിദ്യാർത്ഥികളാണ്. ഈ ഒരു അവസരത്തിൽ ചിത്ര ചേച്ചിയെ കാണാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. ശരത് സാറിന് അപ്പൊ ചോദിച്ചോളൂ. ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ചേച്ചി ഇപ്പോ ഇന്ത്യയിൽ ഒരുപാട് ഭാഷയിൽ ചേച്ചി പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ചേച്ചിക്ക് പാടാൻ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? മലയാളത്തിലായിരുന്നു. അറിയാത്ത ഭാഷ, എനിക്ക് പരിചയമില്ലാത്ത ഭാഷ പാടുന്നതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന പോലെ ഓരോ വാക്കിൻ്റെയും അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി ഉച്ചാരണത്തിനൊക്കെ ഞാൻ എൻ്റേതായിട്ടൊരു കോഡ് ഭാഷയൊക്കെ ഇട്ടിട്ടൊക്കെയാണ്, ഒരു സിമ്പിളൊക്കെ ഇട്ടിട്ടാണ് ഉച്ചാരണം അതുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ അറിയുന്ന ലാംഗ്വേജ് പാടുന്ന അത്ര ഈസി അല്ല. നിങ്ങൾ രണ്ടൊരു കുറെ ഭാഷകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രേയാ ഘോഷൽ എന്ന് പറഞ്ഞ ഗായിക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ പാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്, മലയാള ഭാഷയാണ് വഴങ്ങാൻ ഏറ്റവും ബുദ്ധിമുട്ട്. അതെ അതെ അതെ. അങ്ങനെ ഉണ്ടോ ശരിക്കും? പുറത്തുനിന്ന് വരുന്നവർക്ക് മലയാള ഭാഷ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട്? അത് നമ്മുടെ ചില അക്ഷരങ്ങളൊക്കെ മറ്റ് ഭാഷകളിൽ ഇല്ല ശരിക്കും.
അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും വരുന്നവർക്ക്. പടങ്ങായൊക്കെ വളരെ കുറവാണ് മറ്റു ഭാഷകളിൽ. അപ്പോൾ അതൊക്കെ അവർ തുടങ്ങിയ വാക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ രാ അവർക്കില്ല, ഒരു ഭാഷയിലും ഇല്ല, എല്ലാം റായേ ഉള്ളൂ. അതിലൊക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതെ, നായും ഒക്കെ പ്രോബ്ലമാണ്. അതുപോലെ തെലുങ്കിലെ അക്ഷരമാല പറയുമ്പോൾ ഇണി എന്നൊക്കെ ഉണ്ട്. ഇണി എന്നൊരു അക്ഷരം നമുക്കുണ്ടോ? ഇല്ല. ഇണി എന്നൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അതങ്ങനെ പാട്ടിലധികം വന്ന് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ അക്ഷരത്തിലുണ്ടത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ക്ഷണക്കത്തുന്ന ചിത്രത്തിൽ ആകാശദീപം എന്ന് തുടങ്ങുന്ന ആ ഗാനം ഒന്ന് മൂടിത്തരമോ? ചേച്ചിയും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ. ഓക്കെ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലെ, പൊൻപരാഗമിളകും വാരിളം പൂക്കളെ, നാമുണരുമ്പോൾ രാവുണരുമ്പോൾ ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഇഷ്ടപ്പെട്ടോ? ഞാൻ ചോദിക്കുന്ന കാര്യമില്ല. സംഗതിയൊക്കെ ഉണ്ടായിരുന്നോ? അതെ, എല്ലാവരുടെയും പേര് പറഞ്ഞേ. എന്റെ പേര് ഷിജിത്ത്. ഷിജിത്ത്, തന്റെ കോള് വന്നത് ഷിജിത്തിന്റെ അതിനാണ്. എന്റെ പേര് ലിബിൻ. ലിബിൻ. ഓക്കെ. സൂരജ്. സൂരജ്. ശ്രീഷ്. ശ്രീഷ്. ഓക്കെ. അരുൺ. അരുൺ. ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ പാട്ട് പാടുന്നവരാണോ അതോ കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രമാണോ? ഞങ്ങൾക്ക് കുറേ സന്തോഷം നിങ്ങളെ കണ്ടതിൽ കേട്ടോ, കുറേ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് സാർ, നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിഞ്ഞല്ലോ. അതെ, ഈ സംഗമം ഒരുക്കി തന്നതിന് എനിക്ക് സന്തോഷം. എന്ത് ഈസി ആയിട്ട് ഈ പാട്ടൊക്കെ പാടുന്ന ഈ സംഗതികളൊക്കെ ഇങ്ങനെ ടക 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 എന്ന് വരുന്നത്. എന്നെ ഒരു പാട്ട് പഠിപ്പിക്കും പ്ലീസ് ശരത് സാർ. എൻ്റെ ഹിസ്റ്ററി ഓഫ് മ്യൂസിക് ഞാൻ പറയാം. 4 സാറുമാര് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയാണ് ഞാൻ. അപ്പം എൻ്റെ ആഗ്രഹം രാഗത്തിനകത്തെ പാടണം എന്നാണ്. ആ രാഗം പാടണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ആ രാഗം പാടണം. റെഡിയാണോ? നമുക്ക് പാടിക്കും. ഇനി എന്താ പേരെന്താ പറഞ്ഞത്? നന്ദിനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആ രാഗം ഞാനൊരു കമ്പോസർ ആയതുകൊണ്ട് ഞാനത് മാറ്റും. കുഞ്ഞ രാഗമൊന്നും മാറ്റത്തില്ല, അത് തന്നെ അതിൻ്റെ സഞ്ചാര പഥം ഞാൻ മാറ്റും. ഓക്കെ, രാഗം അതല്ല വേണ്ട നമുക്ക്. രാഗം ഒരു ബാണം വിട്ട ഫീലി പാടിയാൽ മതി കേട്ടോ. അതാകുമ്പോൾ നല്ല സുഖമായിരിക്കും കേൾക്കുന്നവർക്കും. ഒറ്റ അടിയാണ് വെച്ച് ആ സംഗതി തന്നെ വേണം. പാട്. അവിടെ വരട്ടെ. ക്യാ ബാത് മതി, അത്ര മതി. അതിൽ ഞാൻ തോറ്റു. എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും? എന്തോന്ന് ഞാൻ കിണഞ്ഞ് പരിശ്രമിക്കാം. പറഞ്ഞു തന്നാൽ അതെങ്ങനെ വരും? ചേച്ചി പറയും. ചേച്ചി അതെങ്ങനെ വരുന്നേ? ബേസിക് ആയിട്ടൊരു ജ്ഞാനം ആദ്യം വേണം. ഞാൻ പറഞ്ഞു, ഞാൻ 4 സാർമാരുടെ അടുത്ത് പഠിച്ചു എന്നുള്ളത്. ചേച്ചി കറക്റ്റായിട്ട് ഉത്തരം തന്നു. ഇതാ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഹാർഡ് വർക്ക്, ഇൻട്രസ്റ്റോട് കൂടി പഠിക്കണം, പരിശ്രമം, അതൊരു പാഷൻ വേണം അതിനോടൊരു. അതെ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞതാണ്, ഒരു റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്യാൻ വേണ്ടി പഠിക്കരുത്.
സംഗീതത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. ചിത്ര ചേച്ചിയുടെയും ശരത്തേട്ടൻ്റെയും വിശേഷങ്ങൾ ഒരു എപ്പിസോഡിലൊന്നും തീരത്തില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ.